രാജസ്ഥാൻ ജയിക്കേണ്ട മത്സരമായിരുന്നു. എന്നാൽ അമ്പയർ ഒത്തുകളിച്ചു. സഞ്ജുവിൻ്റെ ഔട്ടല്ലായിരുന്നു. സഞ്ജു ക്രീസിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് രാജസ്ഥാൻ കളി ജയിച്ചേനെ. സഞ്ജു അത്രയ്ക്കും ഫോമിലായിരുന്നു. 86 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. ഡൽഹി ടീമിനെ ജയിപ്പിക്കാൻ അമ്പയർ ഒത്തുകളിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം ദേഷ്യപ്പെട്ട് സഞ്ജു സാംസൺ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റേത് ഔട്ടല്ലായിരുന്നു. TV റീപ്ലേകളിൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ടും അമ്പയർ അത് ഔട്ട് കൊടുത്തു. ഇത് എന്നോട് ചെയ്യുന്ന ചതിയാണ്. ഞാനിന്ന് സെഞ്ചുറി അടിച്ചേനെ, അതുപോലെ രാജസ്ഥാൻ ടീമിനെയും ജയിപ്പിച്ചേനെ. എന്നാൽ അത് ചിലർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അമ്പയർ ഇന്ന് ഇതുപോലത്തെ തീരുമാനം കൈക്കൊണ്ടത്. ഇതിനെതിരെ അന്വേഷണം വേണം. റീപ്ലേകളിൽ കൃത്യമായിട്ട് ഔട്ടിലെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നുണ്ട്. എന്നിട്ടും അമ്പയർ എന്തുകൊണ്ടാണ് ഔട്ട് കൊടുത്തതെന്ന് വ്യക്തമല്ല. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. ഇന്നത്തെ മാച്ചിൽ ഡൽഹി തോറ്റാൽ അവര് പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരുന്നു. അവർക്ക് ഇന്നത്തെ മാച്ച് നിർണായകമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അമ്പയർ അവരുടെ സൈഡ് നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആയിട്ടും 6 തരേണ്ടതല്ലേ. പക്ഷേ അമ്പയർ അത് ഔട്ടാണ് തന്നത്. കളി തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല കളി തോറ്റത്. അമ്പയറിൻ്റെ തീരുമാനമാണ് ചതിച്ചത്. കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി പഠിച്ച് ഇതിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രാജസ്ഥാൻ ടീമിലെ ആരാധകർ കട്ടക്കലിപ്പിലാണ്. കാരണം രാജസ്ഥാൻ ജയിക്കേണ്ട മത്സരമാണ്. സഞ്ജുവിനെ ചതിയിലൂടെയാണ് അമ്പയർ പുറത്താക്കിയത്. TV റീപ്ലേകളിൽ അദ്ദേഹത്തിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ടും അമ്പയർ അത് ഔട്ട് കൊടുത്തു. സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറിയാണ് നഷ്ടമായത്. സഞ്ജു അത്രയ്ക്കും ഫോമിലായിരുന്നു. സഞ്ജു ഉണ്ടെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് രാജസ്ഥാൻ കളി ജയിക്കേണ്ടതാണ്. എന്നാൽ ഡൽഹി ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി അമ്പയർ അത് തീരുമാനം മാറ്റി. അപ്പോൾ ഇന്നത്തെ ഔട്ടാണോ അതോ 6 ആണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.